ജീവൻ ജ്യോതി യാത്ര സൗത്ത് കളമശ്ശേരിയിൽ VS സക്കീർ ഹുസൈൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ ബോധവൽക്കരണ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ HIV എയ്ഡ്സ് ബോധവൽക്കരണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ 12-ന് ആരംഭിച്ച ജീവൻ ജ്യോതി യാത്ര സൗത്ത് കളമശ്ശേരിയിൽ VS സക്കീർ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സമൂഹം സ്ത്രീ പുരുഷ ബന്ധത്തെ സംബന്ധിച്ചുള്ള അജ്ഞതയിലാണ് നമ്മുടെ സമൂഹം ഇപ്പോഴും. പുതിയ തലമുറ വൈവാഹിക ഇതര ശാരീരിക ബന്ധങ്ങളെ സംബന്ധിച്ച് പുതിയ കാലഘട്ടത്തിൻ്റെ സാധ്യതകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ തലമുറയുടെ ചിന്ത എന്താ? ഒരു വൈവാഹിക ജീവിതമല്ല ആത്യന്തികമായി ലക്ഷ്യമാക്കുന്നത്. പുതിയ തലമുറയിൽപ്പെട്ട ആൺകുട്ടികളും പെൺകുട്ടികളും അവർ വിവാഹം കഴിച്ചൊരു കുടുംബജീവിതം എന്നുള്ള സങ്കല്പത്തിൽ നിന്ന് അവർ മാറുകയാണ്. വിദ്യാസമ്പന്നരായ പെൺകുട്ടികൾ വിശേഷിച്ച് അവർ പറയുന്നത് ഞങ്ങൾക്കിപ്പോൾ വിവാഹം വേണമെന്നില്ല, ഒരു പങ്കാളിയെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ഞങ്ങൾക്ക് അനുയോജ്യമായൊരു പങ്കാളിയെ ലഭിക്കുമ്പോൾ ഞങ്ങൾ വിവാഹം കഴിക്കുകയോ അല്ലെങ്കിൽ ആ പങ്കാളിയെ ഞങ്ങൾ സ്വീകരിക്കുകയോ ചെയ്യാം. ലിവിങ് ടുഗദർ എന്ന് പറയുന്ന പുതിയ സങ്കല്പത്തിൻ്റെ സാധ്യതകൾ വൈദേശിക രാജ്യങ്ങളിൽ വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചുവെങ്കിലും നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത് മലയാളികൾക്കിടയിൽ ഇന്ന് പരിചിതമാകുന്നു എന്ന് മാത്രമല്ല, അതിലേക്ക് പ്രവേശിക്കുന്ന തലമുറയുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ പുതിയ തലത്തിലേക്ക് മലയാളി പ്രവേശിക്കുന്നു. എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി അതിൻ്റെ പ്രചാരണ പ്രവർത്തനം ആരംഭിക്കുന്ന ഘട്ടത്തിൽ ഉണ്ടായിരുന്നൊരു സാമൂഹ്യ പശ്ചാത്തലമേ അല്ല ഇന്ന് കേരളത്തിലുള്ളത്. സെക്സ് വർക്കേഴ്സ് എന്ന നിലയിൽ അവരുടെ പ്രവർത്തനങ്ങളിലും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം സാധ്യതകളെ സംബന്ധിച്ച് വളരെ ഗൗരവമായി നമ്മുടെ സമൂഹം ചർച്ച ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് ജീവൻ ജ്യോതി യാത്ര പ്രസക്തമാകുന്നത്. എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ മിസ് ഇന്ത്യ സുരക്ഷാ ട്രക്കർ പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ട് HIV നിയന്ത്രണം നടത്തുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സന്ദർശനം നടത്തി ഈ KSRTC ബസ് ഇന്ന് കളമശ്ശേരിയിൽ എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ സമാപനം കുറിച്ചുകൊണ്ട് ഇന്ന് കളമശ്ശേരിയിൽ നടക്കുന്ന ഈ ഒരു പരിപാടിയിൽ ഇവിടെയുള്ള മുഴുവൻ വിവിധ സംസ്ഥാന തൊഴിലാളികളും പങ്കെടുക്കണമെന്നാണ് ആദ്യം അഭ്യർത്ഥിക്കാനുള്ളത്. കളമശ്ശേരിയിൽ നിരവധി വിവിധ സംസ്ഥാന അല്ലെങ്കിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ വരുന്നൊരു പ്രദേശമാണ് ഈ സൗത്ത് കളമശ്ശേരി. ഈ സൗത്ത് കളമശ്ശേരി ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിക്കാനായിട്ട് മുന്നോട്ട് വന്നതിന് ആദ്യം തന്നെ ഞാൻ നന്ദി അറിയിക്കണം. കാരണം അത് എൻ്റെ ഒരു വാർഡ് കൂടിയാണ്. നമുക്ക് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഈ HIV പൂർണ്ണമായിട്ടും 2030 കൂടി നിർമ്മാർജ്ജനം ചെയ്യുമെന്നാണ് ഒരു പ്രതീക്ഷ വച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു പദ്ധതി വിജയകരമായിട്ട് പൂർത്തീകരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ നന്മ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പിന്നെ HIV നമുക്ക് വന്നുപോയി എന്ന് കരുതി ആരും പേടിക്കേണ്ടതില്ല. ഇന്ന് അതിന് സൗജന്യമായി മരുന്ന്, സൗജന്യമായി ടെസ്റ്റ് നടത്തുന്നുണ്ട്. ആദ്യകാലങ്ങളിലൊന്നും ഇതൊന്നും ഉണ്ടായിരുന്നില്ല. മെഡിസിൻ പോലും കിട്ടാതെ മരണപ്പെട്ടിരുന്നു ആദ്യകാലത്ത്. ഇപ്പം മെഡിസിൻ കഴിച്ചില്ലെങ്കിൽ ആ ഡേറ്റിന് വരുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ അതുപോലെ തന്നെ എല്ലാവരും വിളിച്ചു ചോദിക്കുന്നു, മെഡിസിൻ കഴിച്ചോ, ഡേറ്റ് ആയല്ലോ, സമയമായല്ലോ. കൃത്യസമയത്ത് കഴിച്ചു കഴിഞ്ഞാൽ, ഈ മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട്. പണ്ട് കാലത്തൊന്നും പറയാനില്ല, മരിക്കുന്നു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പേടിയുണ്ട്. ഇന്ന് വരുന്നവരും ചോദിക്കും, ഞങ്ങൾ എത്ര നാൾ ജീവിച്ചിരിക്കും, എത്ര നാൾക്ക് ഞങ്ങൾക്ക് ആയുസുണ്ട് എന്ന് ചോദിച്ചുകൊണ്ടാണ് ഓരോരുത്തരും ഇപ്പോഴും വരുന്നത്. ഭയപ്പാട് മാറിയിട്ടില്ല ആളുകൾക്ക്. പക്ഷേ ഇന്നിപ്പോൾ ചൂണ്ടിക്കാണിക്കാനുണ്ട്. 30 കൊല്ലമായി ഈ മെഡിസിൻ കഴിക്കുന്നു, HIV ബാധിതനാണ്, യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഈ മനുഷ്യന് ഇല്ല എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ
നമ്മളുടെ ഇടയിൽ മെമ്പർമാരുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ വരുന്നവർക്ക് മനധൈര്യം കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ഞങ്ങളെപ്പോലുള്ളവർ പറഞ്ഞ് കൗൺസിലിങ് കൊടുത്ത് ചിലർ വന്ന വഴി എനിക്ക് നടക്കാൻ പോലും ആവതില്ലാതെ ആയിരിക്കുള്ളൂ ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. ആ മനുഷ്യൻ ഒരു മാസം കൃത്യമായി മരുന്ന് കഴിക്കുന്നതിലൂടെയും കൃത്യമായി പറയുന്നതനുസരിച്ച് ഭക്ഷണം കഴിക്കുന്നതിലൂടെയും ഒരു മാസം ആകുമ്പോഴേക്കും ഞാൻ കറക്റ്റായിട്ട് എനിക്ക് ജോലിക്ക് പോകാൻ സാധിക്കുന്നു എന്ന് സന്തോഷത്തോടു കൂടി പറയുന്നവരുണ്ട് മിക്കവരും. അതെന്ന് പറയുന്നത് മരുന്ന് നമ്മൾ കൃത്യമായിട്ട് കഴിക്കാൻ നോക്കുക, അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അതുപോലെ തന്നെ മരുന്ന് കഴിക്കുമ്പോൾ ചോദിക്കും മരുന്ന് മാത്രം കഴിച്ചാൽ മതിയോ? അതുപോരാ. അതേപോലെ തന്നെ ഭക്ഷണങ്ങളും കഴിക്കുക, ധാരാളം വെള്ളം കുടിക്കുക. ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അപ്പം ഹോസ്പിറ്റലിലോ ആരോഗ്യ പ്രവർത്തകരെയോ വിളിച്ച് വിവരം പറയുക. പൂർണ്ണമായും വർഷങ്ങളോളം ആരോഗ്യത്തോടെ ഇരിക്കാൻ സാധിക്കും. ലിസ് ഇന്ത്യ സുരക്ഷാ ട്രക്കർ പ്രൊജക്ടിന്റെ സഹകരണത്തോടെയാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചിട്ടുള്ളത്. എയ്ഡ്സ് ലഘുലേഖന വിതരണവും കൗൺസിലിംഗും സൗജന്യമായി HIV പരിശോധനയും നടത്തി. ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യമനുസരിച്ച് 2030 ആകുമ്പോൾ പുതിയ HIV അണുബാധ ഇല്ലാതാക്കുന്നതിനുള്ള ശ്രമത്തിലാണ് ലോകരാജ്യങ്ങൾ. കേരളം ഇതേ ലക്ഷ്യം 2025 കൈവരിക്കാൻ ശ്രമം തുടങ്ങി. ഇതിനായി ഒന്നായി പൂജ്യത്തിലേക്ക് എന്ന ക്യാമ്പയിൻ നടക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് ജീവൻ ജ്യോതി യാത്ര സമാപന സമ്മേളനം കളമശ്ശേരിയിൽ സംഘടിപ്പിച്ചത്. കളമശ്ശേരി നഗരസഭ കൗൺസിലർ റഫീഖ് മരക്കാർ അധ്യക്ഷത വഹിച്ചു. അബ്ദുൽ അസീസ് NK, അഷ്റഫ് KM, EK ഷമീർ, ഷാജി ഇടപ്പള്ളി, സത്യൻ ശക്തിമണി, സാൻജോ AJ എന്നിവർ പ്രസംഗിച്ചു.